ഹലോ CCB ആസ്പിറൻസ്. ഇന്ന് ഫോറിൻ കോർപ്പറേഷനിലെ ഇംഗ്ലണ്ട് എന്ന പാർട്ടാണ് നോക്കുന്നത്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ കോർപ്പറേഷൻ്റെ ആരംഭഘട്ടം തുടങ്ങുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇംഗ്ലണ്ടിനെ മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. എന്നാൽ മദീന ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. മദീന ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ക്രാഡിൽ കളിത്തൊട്ടിൽ. അപ്പം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലാണ്. എന്നാൽ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ജർമ്മനിയിലാണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ജർമ്മനിയിലാണ്. നെക്സ്റ്റ് ക്രാഡിൽ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലാണ്. ക്രാഡിൽ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ക്രാഡിൽ അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നതും എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇംഗ്ലണ്ടിലാണ്. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് ഇംഗ്ലണ്ടിലാണ്. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് ഇംഗ്ലണ്ടിലാണ്. അപ്പം എന്തൊക്കെയാണ് ബർത്ത് പ്ലേസ്? ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇംഗ്ലണ്ടിലാണ്. മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട്, മദീന ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ജർമ്മനിയിൽ, അതുപോലെ തന്നെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിൽ, ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ജർമ്മനിയിൽ. ഈ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് ഓഫ് 18th സെഞ്ച്വറിയിലാണ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1840 ഹംഗ്രി 40s എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793 കുറച്ച് ഫിലാന്ത്രോപ്പിസ്റ്റ് കൂടിയിട്ടാണ് നടത്തിയിട്ടുണ്ടായത്. അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് തുടങ്ങിയത്. അതിലാണ് റെപ്സ്, അതായത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. അവിടെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് നടത്തിയിട്ടുള്ളത്. അതായത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അതിന് ചെറിയൊരു കോസ്റ്റിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ, ഈ ഒരു യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാൾസ് ഹൗറത്താണ്. 1824 റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി, റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി 1830 60 ഫ്ലാനൽ വീവേഴ്സ് കൂടിയിട്ടാണ് റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാദർ ഓഫ് കോപ്പറേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1852 ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ദ വേൾഡ്. വേൾഡിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലോ എന്നറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1852 ആണ്. ഇതിൻ്റെ അമെൻഡ്മെൻറ്റ് ആക്റ്റാണ് 1862. CWS 1863 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്റ്റിലാണ്. പിന്നെ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട സംഭവമാണ് വിമൻ ഗിൽട്ട്. വിമൻ ഗിൽട്ടിൻ്റെ ഫൗണ്ടർ എന്നത് ആലിസ് അക്ലൻഡ് ആണ്. 1883 സ്റ്റാർട്ട് ചെയ്യുന്നത്. വുമൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിമൻ ഗിൽട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോപ്പറേറ്റീവ്സ് UK 1870 അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫെഡറേഷനാണ് കോപ്പറേറ്റീവ്സ് UK. ഹെഡ് ക്വാർട്ടേഴ്സ് ഹോളിയോക്ക് ഹൗസാണ്. ഹോളിയോക്ക് ഹൗസ് വന്നത് 1911. ACCA
അഗ്രികൾച്ചറൽ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ 1956 ACCA അഗ്രികൾച്ചറൽ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ 1956 5 കഴിഞ്ഞ നെക്സ്റ്റ് 6 അങ്ങനെ ഓർത്ത് വെക്കുക. അപ്കുൾ അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ് 1967 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് 7 എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ആദ്യത്തെ പേര് ക്രെഡിറ്റ് യൂണിയൻ ലീഗ് ഓഫ് ബ്രിട്ടൻ എന്നായിരുന്നു ഉണ്ടായത്. പിന്നീട് ചേഞ്ച് ചെയ്തത് 1984 അപ്കളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് സ്കോട്ട്ലാൻഡാണ്. പിന്നെ ഇംഗ്ലണ്ടിലെ മെയിനാണ് കോപ്പറേറ്റീവ് പാർട്ടി 1917 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്ലങ്കറ്റ് ഫൗണ്ടേഷൻ ഇംഗ്ലണ്ടിലെ റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. വിൻഡ് ഫാം കോപ്പറേറ്റീവ്സ് എനർജി ഫോർ ഓൾ എന്നാണ് ഇതിൻ്റെ മോട്ടോ. പബ്ലിക് സർവീസ് കോപ്പറേറ്റീവ്സ് അതുപോലെ തന്നെ CWSC EV നീൽ 1863 നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രി ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി. ഇതൊക്കെയാണ് ഇംഗ്ലണ്ടിലെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത്. ഫോറിൻ കോർപ്പറേഷന് ഇംഗ്ലണ്ടിലെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഹൗസിംഗ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. പിന്നെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്, ക്രാഡിൽ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്, മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സെക്കൻഡ് ഹാഫ് ഓഫ് 18th സെഞ്ച്വറിയിലാണ്. 1840 ഹംഗ്രീസ് 40 എന്നറിയപ്പെടും. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഒക്കെ അവിടെ ഉള്ളതാണ്. 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. ട്രേഡ് യൂണിയൻ്റെ പേര് കളക്റ്റീവ് ബാർഗെയിൻ നടത്തിയിട്ടുണ്ട്. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയനാണ്. റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി 1830. ഫാദർ ഓഫ് കോപ്പറേഷൻ റോബർട്ട് ഓവൻ ഇംഗ്ലണ്ടുകാരനാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട്. പിന്നീട് വിമൻ ഗിൽട്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് UK, ACCA, അപ്കുൾ, കോപ്പറേറ്റീവ് പാർട്ടി, പ്ലങ്കറ്റ് ഫൗണ്ടേഷൻ, വിൻഡ് ഫാം കോപ്പറേറ്റീവ്, പബ്ലിക് സർവീസ് കോപ്പറേറ്റീവ്സ്, CWS തുടങ്ങിയവയാണ് ഇംഗ്ലണ്ടിലെ മെയിൻ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും കാര്യങ്ങളും.